ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ബയോളജി ക്ലാസ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയസിനെ കുറിച്ചാണ്. അപ്പോൾ ആ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ചും നമുക്ക് നോക്കാം. ദ ന്യൂക്ലിയസ് വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ബ്രൗൺ ഇൻ 1831. അപ്പോൾ ആ ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്നത് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഇത് 1831. Later, another scientist named Fleming stained the nuclear material using basic dyes and gave the name chromatin. പിന്നീട് ഫ്ലെമിംഗ് എന്ന സയന്റിസ്റ്റ് ഈ ന്യൂക്ലിയർ മെറ്റീരിയലിനെ ഡൈസ് ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്തു. ഇങ്ങനെ സ്റ്റെയിൻ ചെയ്തപ്പോൾ ഈ ന്യൂക്ലിയർ മെറ്റീരിയലിന് സ്റ്റെയിൻ പിടിച്ചു. ഇങ്ങനെ സ്റ്റെയിൻ പിടിച്ച ഈ ന്യൂക്ലിയർ മെറ്റീരിയലിന് അദ്ദേഹം ക്രോമാറ്റിൻ എന്ന പേരും നൽകി. The interphase nucleus has nucleoprotein fibers called the chromatin. ഇന്റർഫേസ് ന്യൂക്ലിയസിനകത്ത്, അതായത് ഡിവിഷൻ ഫേസിലല്ലാത്ത സെല്ലിന്റെ ന്യൂക്ലിയസിനകത്ത് നെറ്റ്വർക്ക് പോലെയുള്ള ഫൈബേഴ്സ് കാണാം. ഇത് ന്യൂക്ലിയോപ്രോട്ടീൻ ഫൈബേഴ്സ് ആണ്. ഈ ന്യൂക്ലിയോപ്രോട്ടീൻ ഫൈബേഴ്സിനെയാണ് എന്ത് പറയുന്നത്? ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. The nucleus has also nuclear matrix and one or more spherical bodies called the nucleoli. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് ഒരു ന്യൂക്ലിയോലസ് കാണാം. ചിലപ്പോൾ ഒന്നിലധികം ന്യൂക്ലിയോലസ് കാണാം. ഒന്നിലധികം ഉണ്ടെങ്കിൽ അതിനെ ന്യൂക്ലിയോലൈ എന്ന് പറയും. ന്യൂക്ലിയോലസ് സിംഗുലർ ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്ത് ഒരു ന്യൂക്ലിയർ മാട്രിക്സും കാണും. ദ ന്യൂക്ലിയസ് ഈസ് കവേർഡ് ബൈ എ ഡബിൾ മെംബ്രെയിൻ കോൾഡ് ന്യൂക്ലിയർ എൻവലപ്പ് ഓർ ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പോൾ ന്യൂക്ലിയസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ മെംബ്രെയിൻ കാണും. ഈ ഡബിൾ മെംബ്രെയിനെയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. Then the space between the two membranes is called a perinuclear space. അപ്പോൾ ഈ ന്യൂക്ലിയസിനെ കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിന്റെ ഇടയിലായിട്ട് ഒരു സ്പേസ് കാണാം. ഈ സ്പേസിനെയാണ് എന്ത് പറയുന്നത്? പെരിന്യൂക്ലിയർ സ്പേസ് എന്ന് പറയുന്നത്. The outer membrane is usually continuous with the endoplasmic reticulum. അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഈ ഔട്ടർ മെംബ്രെയിൻ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലുമായിട്ട് കണക്റ്റഡ് ആണ്. ആൻഡ് ദ റൈബോസോംസ് ആർ പ്രസന്റ് ഓൺ ദ സർഫേസ്. അപ്പോൾ ഈ ഔട്ടർ മെംബ്രെയിന്റെ സർഫേസിൽ എന്തും കാണാം? റൈബോസോംസും കാണാം. The nuclear envelope consists of a number of minute pores called the nuclear pores. അപ്പോൾ ഈ ന്യൂക്ലിയർ മെംബ്രെയിനിൽ ധാരാളം സൂക്ഷ്മങ്ങളായ സുഷിരങ്ങൾ കാണാം. ഈ സുഷിരങ്ങൾക്ക് പറയുന്ന പേരാണ് ന്യൂക്ലിയർ പോഴ്സ്. The nuclear pores help the movement of RNA and proteins between the cytoplasm and the nucleus. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് നിന്ന് RNA മോളിക്യൂൾസും അതുപോലെ തന്നെ പ്രോട്ടീൻ മോളിക്യൂൾസും സൈറ്റോപ്ലാസത്തിലേക്ക് മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിലേക്ക് മൂവ് ചെയ്യുന്നതും ഈ ന്യൂക്ലിയർ പോഴ്സിലൂടെയാണ്. നോർമലി എ സെൽ കണ്ടെയ്ൻസ് എ സിംഗിൾ ന്യൂക്ലിയസ്. അപ്പോൾ സാധാരണയായിട്ട് ഒരു സെല്ലില് ഒരു ന്യൂക്ലിയസ് ആണ് കാണുന്നത്. ഇൻ സം സെൽസ് മോർ ദെൻ വൺ ന്യൂക്ലിയെ മേ ബി ഫൗണ്ട്. അപ്പോൾ ചില സെൽസിലൊക്കെ ഒന്നിലധികം ന്യൂക്ലിയസും കാണാറുണ്ട്. ഇൻ സം അതർ സെൽസ് ദ ന്യൂക്ലിയസ് മേ ബി ആബ്സെന്റ്. അപ്പോൾ ചില സെൽസിൽ ന്യൂക്ലിയസ് കാണപ്പെടുന്നില്ല. ഇതിന് എക്സാമ്പിൾ ആണ് മാമൽസിൽ കാണുന്ന എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBC. അതുപോലെ തന്നെ പ്ലാന്റ്സിൽ കാണുന്ന സി ട്യൂബ് സെൽസ്. ഇനി ന്യൂക്ലിയോലസിനെ കുറിച്ച് നോക്കാം. ദ ന്യൂക്ലിയോലസ് ഈസ് നോട്ട് കവേർഡ് ബൈ മെംബ്രെയിൻ. അപ്പോൾ ന്യൂക്ലിയോലസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ കാണപ്പെടുന്നില്ല. ന്യൂക്ലിയോലസ് ഈസ് ദ സൈറ്റ് ഫോർ റൈബോസോമൽ RNA സിന്തസിസ്. അപ്പോൾ റൈബോസോമിന്റെ RNA സിന്തസൈസ് ചെയ്യുന്നത്, RNA നിർമ്മിക്കുന്നത് ന്യൂക്ലിയോലസിൽ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ക്രോമാറ്റിൻ ആണ്. The chromatin contains DNA, some basic proteins and RNA. അപ്പോൾ ക്രൊമാറ്റിനിൽ എന്തൊക്കെയാണുള്ളത്? DNA മോളിക്യൂൾസ് ഉണ്ട്, അല്ലേ? പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ തന്നെ RNA ഉണ്ട്. ദ പ്രോട്ടീൻസ് ആർ മെയിൻലി ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. അപ്പോൾ ഹിസ്റ്റോൺ വിഭാഗത്തിൽ വരുന്ന പ്രോട്ടീൻസ് ആണ് പ്രധാനമായിട്ടും ഈ ക്രൊമാറ്റിനിൽ കാണുന്നത്. സം നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ഓൾസോ പ്രസന്റ്. അപ്പോൾ ചെറിയ അളവിൽ എന്തും കാണുന്നുണ്ട്? നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസും കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഹ്യൂമൻ സെല്ലിൽ നമുക്കറിയാം 23 ജോഡി ക്രോമോസോമുകളുണ്ട്. അതായത് 46 ക്രോമോസോമുകളുണ്ട്. ഈ 46 ക്രോമോസോമുകളിലുമുള്ള DNA നമ്മൾ ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ ഏകദേശം 2 മീറ്ററോളം നീളം ഉണ്ടായിരിക്കും. ക്രൊമാറ്റിൻ ഈസ് ഫൗണ്ട് ഇൻ ദ ഇന്റർഫേസ് ന്യൂക്ലിയസ്. അപ്പോൾ ഇന്റർഫേസ് ന്യൂക്ലിയസിലാണ് എന്ത് കാണുന്നത്? ഈ ക്രൊമാറ്റിൻ മെറ്റീരിയൽ കാണുന്നത്.
എന്നാൽ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോഴോ ഡ്യൂറിങ് സെൽ ഡിവിഷൻ ദ ക്രൊമാറ്റിൻ ബിക്കംസ് ക്രോമോസോംസ്. അപ്പോൾ സെൽ ഡിവിഷൻ ഫേസിൽ ഈ ക്രൊമാറ്റിൻ മെറ്റീരിയൽ എന്തായിട്ട് മാറും? ക്രോമോസോം ആയിട്ട് മാറുന്നു. ക്രൊമാറ്റിൻ മെറ്റീരിയൽ കണ്ടൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ തടിച്ചു കുറുകുന്നു, എന്നിട്ട് അതെന്തായിട്ട് മാറും? ക്രോമോസോം ആയിട്ട് മാറുന്നു. അപ്പോൾ ന്യൂക്ലിയസിന്റെ സ്ഥാനത്ത് എന്താണ് കാണുക? ക്രോമോസോംസ് ആണ് കാണുക. ഇനി ക്രോമോസോമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. എ ക്രോമോസോം ഹാസ് എ പ്രൈമറി കൺസ്ട്രക്ഷൻ കോൾഡ് സെൻട്രോമിയർ. അപ്പോൾ ഒരു ക്രോമോസോമിന് ഒരു പ്രൈമറി കൺസ്ട്രക്ഷൻ കാണാം. ഇതിനെയാണ് എന്ത് പറയുന്നത്? സെൻട്രോമിയർ എന്ന് പറയുന്നത്. ദിസ് സെൻട്രോമിയർ ഹോൾഡ്സ് ദ ടു ക്രോമാറ്റിഡ്സ് ഓഫ് ദ ക്രോമോസോം. അപ്പോൾ ക്രോമോസോമിന്റെ രണ്ട് ക്രോമാറ്റിഡ്സ് ജോയിൻ ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യുന്നത് ഏത് റീജിയൻ ആണ്? ഈ സെൻട്രോമിയർ റീജിയൻ ആണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഇത് രണ്ടും എന്താണ്? ക്രോമാറ്റിഡ്സ് ആണ്. ഈ ക്രോമോസോമിന്റെ ഈ ഭാഗമാണ് എന്താ? സെൻട്രോമിയർ. അപ്പോൾ ഈ ഭാഗം അല്പം ചുരുങ്ങിയിരിക്കും, അത് അല്പം ചെറുതായിരിക്കും. ഈ ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഓൺ ഐദർ സൈഡ്സ് ഓഫ് ദ സെൻട്രോമിയർ ടു ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആർ ഫൗണ്ട്. ഇറ്റ് ഈസ് കോൾഡ് കൈനറ്റോകോൾസ്. അപ്പോൾ ഈ സെൻട്രോമിയറിന്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ കാണാം. ഈ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? കൈനറ്റോകോർ എന്ന് പറയുന്നത്. ഇനി വിവിധ തരത്തിലുള്ള ക്രോമോസോംസ് ആണ്. ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ സെൻട്രോമിയർ ദ ക്രോമോസോംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4 ടൈപ്സ്. അപ്പോൾ ഈ ക്രോമോസോമിലെ സെൻട്രോമിയറിന്റെ പൊസിഷൻ അനുസരിച്ച് 4 തരത്തിലുള്ള ക്രോമോസോംസ് കാണാം. They are metacentric chromosomes, submetacentric chromosomes, acrocentric chromosomes and telocentric chromosomes. ഇതാണ് 4 ടൈപ്പ് ക്രോമോസോംസ്. അപ്പോൾ ഈ 4 ടൈപ്പിനെ കുറിച്ചും നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ക്രോമോസോം ആണ് മെറ്റാസെൻട്രിക് ക്രോമോസോം. In metacentric chromosome, the centromere is located at the middle of the chromosome and the arms are equal. അപ്പോൾ മെറ്റാസെൻട്രിക് ക്രോമോസോമിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെൻട്രോമിയർ മിഡിലാണ് കാണുന്നത്. 2 ആംസും ഈക്വൽ ലെങ്ത്തിൽ ഉള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ക്രോമോസോമിനെയാണ് നമ്മൾ മെറ്റാസെൻട്രിക് ക്രോമോസോം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പാണ് സബ് മെറ്റാസെൻട്രിക് ക്രോമോസോം. In this chromosome, the centromere is slightly away from the center and the arms are unequal. അപ്പോൾ ഈ ചിത്രം സബ് മെറ്റാസെൻട്രിക് ക്രോമോസോമിന്റെ ചിത്രമാണ്. അപ്പോൾ സെൻട്രോമിയർ സെൻട്രൽ അല്ല, അത് കുറച്ച് മാറിയിട്ടാണ് കാണുന്നത്. ഈ ആംസിന്റെ സൈസ് അൺഈക്വൽ ആണ് അല്ലേ, ഒരു ആം ചെറുതും അടുത്ത ആം വലുതുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രോമോസോമാണ് സബ് മെറ്റാസെൻട്രിക് ക്രോമോസോം. ഇനി അടുത്ത ടൈപ്പാണ് അക്രോസെൻട്രിക് ക്രോമോസോം. ഇൻ അക്രോസെൻട്രിക് ക്രോമോസോം ദ സെൻട്രോമിയർ ഈസ് സിറ്റുവേറ്റഡ് ക്ലോസ് ടു ഇറ്റ്സ് എൻഡ്. അപ്പോൾ ക്രോമോസോമിന്റെ എൻഡിനോട് അടുത്താണ് എന്താ സ്ഥിതി ചെയ്യുന്നത്? സെൻട്രോമിയർ സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഫോംസ് വൺ വെരി ഷോർട്ട് ആം ആൻഡ് എ ലോങ് ആം. അപ്പോൾ വളരെ വലിയ ഒരു ആമും അതുപോലെ തന്നെ വളരെ ചെറിയ ഒരു ആമുമാണ് ഇതിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ചിത്രം കാണിച്ചിരിക്കുന്നത് അക്രോസെൻട്രിക് ക്രോമോസോമിൻ്റെതാണ്. അപ്പോൾ ഈ എൻഡിനോട് അടുത്തായിട്ടാണ് സെൻട്രോമിയർ കാണുന്നത്. വളരെ ചെറിയ ആമും കാണാം അല്ലേ, വളരെ വലിയ ആമും കാണാം. ഇത്തരത്തിലുള്ള ഒരു ക്രോമോസോമിനെ നമുക്ക് എന്ത് പറയാം? അക്രോസെൻട്രിക് ക്രോമോസോം എന്ന് പറയാം. ദ ലാസ്റ്റ് ടൈപ്പ് ഈസ് ടീലോസെൻട്രിക് ക്രോമോസോം. In telocentric chromosome, the centromere is situated at the end. അപ്പോൾ ക്രോമോസോമിന്റെ അറ്റത്താണ് എന്താ കാണുന്നത്? സെൻട്രോമിയർ കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു ക്രോമോസോമിനെയാണ് എന്ത് പറയുന്നത്? ടീലോസെൻട്രിക് ക്രോമോസോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ചിത്രം എന്തിൻ്റെതാണ്? ടീലോസെൻട്രിക് ക്രോമോസോമിൻ്റെതാണ്. So these are the 4 types of chromosome based on the position of centromere. അപ്പോൾ സെൻട്രോമിയറിന്റെ പൊസിഷൻ അനുസരിച്ച് ഇങ്ങനെ 4 ടൈപ്പ് ക്രോമോസോംസ് കാണും. അപ്പോൾ അവ ഏതൊക്കെയാണ്? മെറ്റാസെൻട്രിക് ക്രോമോസോം, സബ് മെറ്റാസെൻട്രിക് ക്രോമോസോം, അക്രോസെൻട്രിക് ക്രോമോസോം ആൻഡ് ടീലോസെൻട്രിക് ക്രോമോസോം. ഇതാണ് 4 ടൈപ്പ് ക്രോമോസോംസ്. ഇനി അടുത്തതായിട്ട് സാറ്റലൈറ്റ് ക്രോമോസോംസ് ആണ്. അപ്പോൾ ചില ക്രോമോസോമുകളിൽ പ്രൈമറി കൺസ്ട്രക്ഷൻ കൂടാതെ സെക്കൻഡറി കൺസ്ട്രക്ഷൻ കാണും.
ഈ സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഭാഗത്ത് സ്റ്റെയിൻ പിടിക്കില്ല, അതുകൊണ്ട് അത് വിസിബിൾ ആയിരിക്കില്ല, ആ ഭാഗം കാണില്ല. അത് കഴിഞ്ഞിട്ട് ക്രോമോസോമിന്റെ ഫ്രാഗ്മെന്റ് കാണാം, ഇത് സ്റ്റെയിൻ പിടിക്കും. അപ്പോൾ ഈ ഫ്രാഗ്മെന്റ് ക്രോമോസോമിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഈ ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ക്രോമോസോംസിനെയാണ് സാറ്റലൈറ്റ് ക്രോമോസോംസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.